നമസ്കാരം. ദീപയ്ക്ക് ചൂരക്കറിയും മുല്ലപ്പൂവും കൊടുത്തത് വെറുതെ ആയല്ലോ ഈസ്മര. ദീപയ്ക്ക് ചൂരക്കറിയും മുല്ലപ്പൂവും കൊടുത്തത് വെറുതെ ആയല്ലോ ഈസ്മര എന്ന് ചിന്തിച്ച് തലമുണ്ണാക്കുന്ന രണ്ടുപേർ ഇന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്തുണ്ട്. അതാരാ, കാരണമെന്താ എന്നല്ലേ? KPCC അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റുന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചനയ്ക്കിടയിലാണ് പ്രഖ്യാപനം ഇന്നുണ്ടായേക്കില്ല എന്നുള്ള അറിയിപ്പ് വന്നത്. അതേസമയം മാറ്റാനുള്ള നീക്കത്തോടിപ്പോഴും സുധാകരൻ തുടരുന്ന എതിർപ്പ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നുണ്ട്. അനാരോഗ്യം പറഞ്ഞ് മൂലക്കിരുത്താൻ ശ്രമം നടത്തേണ്ട എന്ന് സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നു. സുധാകരന് പകരം ഉയർന്ന പേരുകളോടും പാർട്ടിയിൽ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. ഉടൻ മാറ്റുമെന്ന സൂചനയ്ക്കിടെ വഴങ്ങില്ലെന്ന് സുധാകരൻ സൂചന നൽകിയത് നേതൃത്വത്തിനും അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയായി. എത്രയോ വർഷത്തെ പാരമ്പര്യം തനിക്കുണ്ട് എന്നും രാഹുൽ ഗാന്ധിയുമായിട്ടും മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ടൊക്കെ ഏകദേശം 1.5 മണിക്കൂറോളം സംസാരിച്ചത് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്താൻ കെ സുധാകരൻ മറന്നില്ല. അപ്പോൾ കെ സുധാകരനെ ഉടൻ മാറ്റാൻ കഴിയില്ല എന്നുള്ളത് അതിൽ നിന്ന് തീരുമാനമായിരിക്കുന്നു. അപ്പോൾ ഇതിനുവേണ്ടി പണിയെടുത്തവരുണ്ടല്ലോ, 10ന്റെ രൂപത്തിലുള്ളവർ, അവർ ആകെ നാണക്കേടിലായി. ഈ 10ന്റെ രൂപം എന്ന് പറയപ്പെടുമ്പോൾ 1ഉം 0 കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഖ്യയാണല്ലോ 10. ഒരു കൊലുന്നനെയുള്ള രൂപവും ഒരു 0 മാതൃകയിലുള്ള ഒരു രൂപവും എന്ന് പറയപ്പെടുമ്പോൾ 2 വ്യക്തികളെ വേണമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സങ്കല്പിച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ 10ന്റെ രൂപത്തിലുള്ള 2 വ്യക്തികൾ എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നാശം കാണാൻ നടക്കുന്ന 2 മരവാഴകൾ, സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും പിന്നെ രമേശ് ചെന്നിത്തലയും. ദേശീയ നേതാവിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ കേരളത്തിൻ്റെ ചുമതല നൽകിക്കൊണ്ടുവന്ന കേന്ദ്ര നിരീക്ഷക ദീപാദാസ് മുൻഷി മൊത്തത്തിൽ മൂൻഷിയായി. ഇപ്പോൾ അവർ ആകെ മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന ഒരു തരത്തിലേക്ക് എത്തപ്പെട്ടിട്ടുമുണ്ട്. നേതൃത്വമെടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ നടപ്പാക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സംഘടനാ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിനെ സമീപിച്ചു കഴിഞ്ഞു. KPCCയുടെ അധ്യക്ഷ പദവിയെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നതും 1 വർഷം മുൻപ് പ്രഖ്യാപിച്ച DCCകളുടെ അഴിച്ചുപണി, ആ DCCകളുടെ അഴിച്ചുപണി നടക്കാത്തതുമാണ് ദീപാദാസ് മുൻഷിയെ ചൊടിപ്പിച്ചത് എന്നുള്ള വാക്കുകളും വാർത്തകളുമൊക്കെയാണ് വരുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഒരു തവണ കൂടി ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കേരളത്തിൽ കോൺഗ്രസ് തീർത്തും ദുർബലമാകുമെന്നും അതിനാൽ പാർട്ടി പുനഃസംഘടന അനിവാര്യമാണ് എന്നുമായിരുന്നു ദീപാദാസ് ഹൈക്കമാൻഡിന് നൽകിയ ശുപാർശ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC DCC പുനഃസംഘടനയ്ക്ക് നടപടി ആരംഭിക്കാൻ ഹൈക്കമാൻഡ് അവർക്ക് അനുമതിയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ചർച്ചകൾ നടന്നതല്ലാതെ തീരുമാനമെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. 2021 കെ സുധാകരൻ KPCC അധ്യക്ഷനായി ചുമതലയേറ്റത്. അദ്ദേഹം ഏകദേശം 3 വർഷം തികച്ചതിനാൽ തന്നെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്നതായിരുന്നു ദീപയുടെ പ്രധാന അജണ്ടയും ശുപാർശയും. അത് മറ്റാരുടെയോ ഒരു അജണ്ട ആയിരുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. 10 DCCകളുടെ പ്രവർത്തനം തൃപ്തികരമല്ല എന്നും ഈ ജില്ലകളിൽ പുതിയ അധ്യക്ഷന്മാരെ നിയോഗിക്കണമെന്നും ഒക്കെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു ദീപാദാസ് മുൻഷി. ഘടകകക്ഷി നേതാക്കളുമായിട്ടും കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായിട്ടും ആശയവിനിമയമൊക്കെ നടത്തിയാണ് റിപ്പോർട്ടൊക്കെ ഇദ്ദേഹം തയ്യാറാക്കിയത് എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. മതന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പുതിയ KPCC അധ്യക്ഷൻ വരട്ടെ എന്നുള്ള നിർദ്ദേശം കൂടി ദീപാദാസ് മുൻഷി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് കണ്ടറിയാം. അപ്പോൾ 2004 ഏതാനും മാസത്തേക്ക് PP തങ്കച്ചനെ അധ്യക്ഷനാക്കിയത് ഒഴിച്ചാൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ആരെയും പരിഗണിച്ചില്ല ഇതുവരെ എന്നും ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവരിലേക്ക് കടന്നു കയറുവാൻ BJP നടത്തുന്ന വലിയ ശ്രമം, ആ നീക്കം അത് ചെറുക്കുവാനും അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ദീപാദാസ് മുൻഷിയുടെ ശുപാർശ എന്നാണ് എല്ലാവരും കരുതിയത് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ മരവാഴകൾക്ക് താളത്തിനു തുള്ളുന്ന റബ്ബർ സ്റ്റാമ്പിനെയാണ് ആവശ്യം. അതിനാണ് ദീപാദാസ് മുൻഷിയെ കൊണ്ടുവന്നതും റിപ്പോർട്ട് തയ്യാറാക്കാൻ പിന്തുണ കൊടുത്തതും. അപ്പോൾ ആ പിന്തുണയുടെ പുറത്താണ് ഈ KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ വേണ്ടി ദീപാദാസ് മുൻഷി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചത് KPCC പ്രസിഡന്റിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ KPCC പ്രസിഡന്റിനെ മാറ്റാനുള്ള ശ്രമം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്തതാണ്. എന്നാൽ ഇവരുടെ പരമോന്നത സംവിധാനമായിട്ടുള്ള ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന് പുല്ലുവില പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഹൈക്കമാൻഡിനെ കൊണ്ട് സുധാകരനെ മാറ്റാനുള്ള ചരടുവലി നടത്താമെന്ന് കരുതിയത്
KC വേണുഗോപാലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ സുധാകരൻ രാഹുൽ ഗാന്ധിയെ കണ്ട് കൈക്കരുത്ത് കാട്ടിയപ്പോൾ എല്ലാം ശുഭം. തൽസ്ഥിതി തുടരാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുന്നു. അപ്പോൾ ദീപാദാസ് മുൻഷിക്ക് കേരളത്തിൻ്റെ ചുമതല നൽകി പ്രത്യേക നിരീക്ഷകയാക്കി കൊണ്ടുവന്നവർ ചോദിക്കില്ലേ, നിങ്ങളുടെ റിപ്പോർട്ട് എന്തു ചെയ്തുവെന്ന്? എന്തിനാ പിന്നെ ഇവരെ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ ഹോട്ടലിലൊക്കെ താമസിപ്പിച്ച് പ്രത്യേക റൂമൊക്കെ നൽകി ചൂരക്കറിയും ചോറും പിന്നെ മുല്ലപ്പൂവുമൊക്കെ നൽകിയതെന്ന് ആലോചിക്കുകയാണ് KC വേണുഗോപാലും ആർ സി മീൻസ് രമേശ് ചെന്നിത്തലയും. ചൂരക്കറിയോടും ചോറിനോടും ഒരു വല്ലാത്ത ഇഷ്ടമാണ് ബംഗാളികൾക്ക് എന്നും. അത് മനസ്സിലാക്കിയ നമ്മുടെ നേതാക്കൾ അവരെ കേരളത്തിലെത്തിച്ചു. അവർക്ക് ആവശ്യമുള്ള ചോറും ചൂരക്കറിയുമൊക്കെ നൽകി, പിന്നെ മുല്ലപ്പൂവും. സുധാകരനെ മാറ്റേണ്ട ആവശ്യകത ചോദിച്ചറിയുവാൻ ആരെയൊക്കെയോ ദീപാദാസ് മുൻഷി കാണുകയും ചെയ്തു, കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. റിപ്പോർട്ട് തയ്യാറാക്കാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നേതാക്കൾ പറഞ്ഞ രീതിയിൽ അങ്ങനെ തന്നെ നടപ്പിലാക്കി കൊടുത്തു. ആ റിപ്പോർട്ട് അത് ഹൈക്കമാൻഡിന് നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചപ്പോൾ അതിന് കിട്ടിയത് പുല്ലുവില. എന്നാൽ അതിനു മുൻപ് തന്നെ ഹൈക്കമാൻഡിൽ അടകെട്ടി വെച്ച സുധാകരനെ KC വേണുഗോപാലിൻ്റെ പ്രത്യേക നിരീക്ഷകയ്ക്ക് വീഴ്ത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ മരവാഴകൾ ചിന്തിച്ചതും ഇത്രയേ ഉള്ളൂ, പോയാലൊരു ചൂരക്കറി, കിട്ടിയാൽ KPCC മുതലാളിയുടെ കസേര. പക്ഷേ ഒന്നും നടന്നില്ല. എങ്ങനെയും അധികാരത്തിലെത്താനും മുഖ്യമന്ത്രി കസേര ഒപ്പിച്ചെടുക്കുവാനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നടത്തുന്ന ഇത്തരത്തിലുള്ള കൊസറാക്കൊള്ളി പരിപാടിക്ക് ഇതോടുകൂടി തിരശ്ശീല വീണു. ഞാൻ ആദ്യം പറഞ്ഞ 10ൻ്റെ ഒരു നമ്പറില്ലേ, അതുപോലെ ജനങ്ങൾ ഇതൊക്കെ കണ്ട് ഇങ്ങനെ മതിയോ കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ 10 എന്ന് പറയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.